ശുപാർശ ഇന്ന് 2022 ശമ്പളവും ഭത്തകളും നൽകൽ ഭേദഗതി ബിൽ സംബന്ധിച്ച 2024 ഒക്ടോബർ 15-ാം തീയതി ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ഇന്ന് 2022 ശമ്പളവും ഭത്തകളും നൽകൽ ഭേദഗതി ബിൽ സംബന്ധിച്ച കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യാന്വേഷണ ഉപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. നമസ്കാരം. 15-ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയത്. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിപക്ഷം ചോദ്യോത്തര വേള ബഹിഷ്കരിക്കുകയായിരുന്നു. സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന എൻ ഷംസീറിനെ കൊണ്ട് പ്രതിപക്ഷം പൊറുതിമുട്ടിയ ദിനമായിരുന്നു ഇന്ന് നിയമസഭയിൽ കടന്നുപോയത്. പ്രതിപക്ഷ MLA മാർ ചോദിച്ച 49 അതീവ പ്രാധാന്യമുള്ള ചോദ്യങ്ങളെ ഒരുമിച്ച് അപ്രസക്തമാക്കുന്ന നടപടി സ്വീകരിച്ചതാണ് ഇന്ന് നിയമസഭ കലുഷിതമാകാനും പിന്നീട് നിർത്തിവെക്കാനും കാരണമായത്. വർഗീയ ശക്തികളുടെ ഇടപെടൽ, ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവം, ADGPക്കെതിരെയുള്ള ആരോപണം, P ശശിക്കെതിരെയുള്ള ആരോപണം എന്നിവയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സ്പീക്കർ പ്രാധാന്യം കുറിച്ചത്. ഇതിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇതിനെതിരെ സഭയിൽ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ സ്പീക്കർ രംഗത്തെത്തുകയായിരുന്നു. നിങ്ങളിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചു. ഇത് സ്പീക്കറുടെ പക്വതയില്ലായ്മയാണെന്ന് തിരിച്ചടിച്ച പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി MB രാജേഷും പിന്നീട് മുഖ്യമന്ത്രിയും തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ സ്പീക്കർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചു. സ്പീക്കറുടെ പക്വതയില്ലായ്മയെ കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ സഭാരേഖകളിൽ നിന്നും സഭാ ടിവിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച സ്പീക്കർ പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷും പറഞ്ഞ വാക്കുകൾ നിലനിർത്താനും ശ്രദ്ധിച്ചു. ഇതിനെതിരെ രംഗത്തെത്തിയ പ്രതിപക്ഷത്തിനെതിരെ നിലവാരമില്ലാത്ത നേതാവെന്ന് ആവർത്തിച്ച് ആക്ഷേപിക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും സ്വീകരിച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷം വീണ്ടും നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. ഇതോടെ മുഖ്യമന്ത്രി അസാധാരണ വിധം പ്രതികരിക്കുന്നതും ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചു. ഒരു വിഭാഗത്തിന്റെ കാര്യം മാത്രം നോക്കുന്ന സ്പീക്കറോട് സഹകരിക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള പരസ്പര പോര് ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. രൂക്ഷമായ ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന ഭരണപക്ഷ പരാമർശമാണ് തർക്കത്തിന് തുടക്കമിട്ടത്. ഇതിന് രൂക്ഷ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയുകയായിരുന്നു. അതേ ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇതോടെ വാക്കേറ്റമാവുകയായിരുന്നു. പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തുവരെ എത്തി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.